പറഞ്ഞത് സ്വഹാബ, നിങ്ങൾ വെറുതെ കിടന്നുറങ്ങരുത്, നിങ്ങൾ വെറുതെ കിടന്നുറങ്ങരുത്. ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു വെക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിനോട് പറയുകയാണ്, നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ്, നിങ്ങൾ കിടപ്പറയിൽ കയറി കിടന്നുറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് ചെയ്യാതെ നിങ്ങൾ കിടന്നുറങ്ങരുത്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ എന്താണ് നബിയേ? റസൂലുള്ളാഹി തങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു മനുഷ്യനെ ചെയ്യേണ്ട 5 കാര്യങ്ങളെ കുറിച്ച് മുത്തുനബി അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതാണ് പഠിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, കടബാധ്യതകളും വസിയത്തുകളും എഴുതി വെക്കാതെ ഒരു മനുഷ്യനും കിടക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായി പറയുകയാണ്, കടബാധ്യതയുള്ളവരുണ്ടല്ലോ, സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുന്നവരുണ്ടല്ലോ, പടച്ചവനെ നീ ഒരു ബുക്ക് എടുത്തിട്ട് നിന്റെ വസിയത്തുകൾ മുഴുവനും എഴുതിയിട്ട് ഒന്നിൽ ഭാര്യയുടെ കയ്യില്, മക്കളുടെ കയ്യിൽ, അല്ലെങ്കിൽ തലകാണിയുടെ അടിയിലോ എവിടെയെങ്കിലും നിന്റെ വസിയത്തുകൾ എഴുതി വെക്കണേ. നീ എഴുതി വെക്കാതെ കിടന്നുറങ്ങരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. രണ്ടാമതായിട്ട് മഹാനായ മുത്തുനബി അവിടുന്ന് പറയുന്നു, നീ ഒറ്റയ്ക്ക് താമസിക്കരുത്, ഒരു വീടിന്റെ അകത്ത് ഒറ്റയ്ക്ക് കിടന്നുറങ്ങി പഠിക്കരുത്. ഒറ്റയ്ക്ക് താമസിക്കോ, ഒറ്റയ്ക്ക് കിടന്നുറങ്ങോ. അങ്ങനെ ഒറ്റയ്ക്കുള്ള രാപാർക്കൽ നീ ഒഴിവാക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ മുത്തുനബി മൂന്നാമത് പറയുന്നു, സ്വഹാബ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാ, അതാ പടച്ചവനെ, സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് നീ കിടന്നുറങ്ങരുത്, സുരക്ഷിതമല്ലാത്ത സ്ഥലത്ത് നീ ഒറ്റയ്ക്ക് കിടന്നുറങ്ങരുത്. അങ്ങനെ കിടന്നുറങ്ങിയാൽ അല്ലാഹുവിന്റെ കാവൽ നിനക്ക് നഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നാലാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ, കമഴ്ന്ന് കിടന്നുറങ്ങല്ലേ, കമഴ്ന്ന് കിടന്നുറങ്ങല്ലേ. ഇന്ന് കണ്ടുവരുന്ന ഒരു കാര്യമാണ് കമഴ്ന്ന് കിടന്നുകൊണ്ട് ഉറങ്ങുന്നത്. കൊച്ചുകുട്ടികൾ വരെ പടച്ചവനെ കമിഴ്ന്നാണ് കിടക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ കമഴ്ന്ന് കിടന്നുറങ്ങല്ലേ.